ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇളയച്ചൻ യാത്രയാവാണ് കേട്ടോ സുഹൃത്തുക്കളെ. പെട്ടിയും ബാഗൊക്കെ എടുത്തിട്ട് പുള്ളിക്കാരൻ പോകാൻ നിൽക്കുന്ന സമയത്ത് ശ്രുതി എടുത്ത് കൈ കൂപ്പിയിട്ട് പറയാണ്, ശ്രുതി ഇന്നൊരു ദിവസം കൂടി ഞാനിവിടെ നിന്നോട്ടെ, ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം കൂടി നിങ്ങളിവിടെ നിൽക്കരുത്, വേഗം ഇറങ്ങാൻ നോക്കുമെന്ന് പറയാണ്. അങ്ങനെ ഇളയച്ചൻ ചന്ദ്രമതിയെടുത്തും രവിയേട്ടനടുത്തൊക്കെ യാത്ര പറയുന്നു. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് കൈയൊക്കെ ഇങ്ങനെ കൂപ്പിയിട്ട് പോകാൻ കേട്ടോ. പിന്നീട് നമ്മുടെ സച്ചിക്ക് ഭയങ്കര ടെൻഷനാവാണ്. അപ്പോൾ ശ്രുതി പറയുന്നു, ഇവൻ്റെ ടെൻഷൻ കണ്ടു കഴിഞ്ഞാൽ ഇളയച്ചൻ പോയതിൽ ഇവന് തീരെ ഇഷ്ടമല്ലാന്ന് തോന്നും. ഇളയച്ചൻ ഇവിടെ നിന്നിരുന്നെങ്കിൽ ഇവിടെ കുറേ ആളുകളുടെ യഥാർത്ഥ മുഖംമൂടി ഞാൻ വലിച്ച് കീറിയായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രുതി ഒന്ന് പേടിക്കാൻ കേട്ടോ. പിന്നീട് ചന്ദ്രമതി ആവട്ടെ പൊങ്കലാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മത്സരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി ശ്രീകാന്തിനെയും വർഷനെയും ശ്രുതിനെയൊക്കെ വിളിച്ചിട്ട് കണക്റ്റിങ്കരയിൽ വന്നിട്ട് പറയാണ്, ഇന്ന് നടക്കാൻ പോണ മത്സരത്തിൽ രേവതിയും സച്ചിയും ജയിക്കരുത്, എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം, നിങ്ങൾ വേണം ജയിക്കാനെന്നൊക്കെ പറയുകയാണ്. ഇതേ സമയം തന്നെ സച്ചിൻ രേവതി അവിടെ സംസാരിക്കുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, ഇന്നത്തെ മത്സരം നമുക്ക് അവരെ പൊട്ടിക്കണം എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നത്, എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കണം എന്നുള്ളൂ, ആര് ജയിച്ചാലും തോറ്റാലും എനിക്ക് വലിയ വിഷയമുള്ള കേസൊന്നും അല്ല എന്ന് രേവതി പറയുമ്പോൾ നമ്മുടെ അച്ഛമ്മ ഇതൊക്കെ ഇങ്ങനെ ചാനലിൽ കൂടെ ഇങ്ങനെ കേൾക്കാൻ കേട്ടോ.